സ്വാമി ശരണം. പൊന്നമ്പല നടയിലെ പരമപവിത്രത വിളിച്ചോതുന്ന ശബരിപാദത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിഹരപുത്രായ നമഃ. സച്ചിദാനന്ദാമൃതം പകരുന്ന സത്സങ്കേതമാണ് ശബരിമല. നെയ്യ് അഭിഷേക കാന്തി നിറഞ്ഞ അയ്യപ്പ വിഗ്രഹം കണ്ടു തൊഴവേ കലിയുഗ കന്മഷങ്ങളിൽ നിന്നുള്ള മോചനം ഭക്തന് അനുഭവവേദ്യമാകുന്നു. അയ്യപ്പസ്വാമിയുടെ തിരുനടയ്ക്ക് സമീപം മാളികപ്പുറത്തമ്മ, മണിമണ്ഡപം, മലനടയിൽ ഭഗവതി, കന്നിമൂല ഗണപതി, കറുപ്പസ്വാമി, കടുത്തസ്വാമി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, വാവരസ്വാമി എന്നീ പ്രതിഷ്ഠകളെയും അയ്യപ്പ ഭക്തന്മാർ വന്ദിക്കുന്നു. ശക്തിസ്വരൂപനായ ശ്രീധർമ്മശാസ്താവിൻ്റെ സന്നിധിയിൽ അണയുന്നവർ സത്യധർമ്മ ദീപ്തി നിറഞ്ഞ വ്രതനിഷ്ഠകളാൽ വിശുദ്ധിയേറിയവരാണ്. അഖിലലോകനായകനായ അയ്യപ്പസ്വാമിയെ ദർശിച്ച് ആനന്ദാശ്രു പൊഴിച്ച് പള്ളിക്കെട്ടിൽ കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച് കാണിക്കയും വഴിപാടുമിട്ട് ശരണഘോഷങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ തീർത്ഥാടകർ ആത്മസായുജ്യമറിയുന്നു. സന്നിധാനത്തെ പ്രധാന ഉപപ്രതിഷ്ഠ വിഘ്നവിനാശകനായ ഗണപതി ഭഗവാനാണ്. ശബരീശ സന്നിധിയിൽ നാഗദൈവങ്ങളുടെയും സാന്നിധ്യമുണ്ട്. ധർമ്മശാസ്താവിൻ്റെ ഇടതുവശത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായാണ് മാളികപ്പുറത്തമ്മയുടെ ആസ്ഥാനം. പരാശക്തിയുടെ നടയിൽ ഭക്തർ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും നാളികേരമുരുട്ടുകയും ചെയ്യുന്നു. ദേവീ സാന്നിധ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട തൃശൂലവും വിളക്കും കണ്ട് ഭക്തജനങ്ങൾ നമിക്കുന്നു. വെറ്റില, മഞ്ഞപ്പൊടി, പട്ട്, കുങ്കുമം എന്നിവ സമർപ്പിക്കുന്നു. മാളികപ്പുറത്തമ്മയുടെ നടയിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് വെടിവഴിപാട്. മാളികപ്പുറത്തിന് വടക്കുഭാഗത്തായി മലനടയിൽ ഭഗവതി ഇരുന്നരുളുന്നു. ഇവിടെയും കാണിക്കയിടൽ, വെടിവഴിപാട്, വിളക്ക് കത്തിക്കൽ എന്നിവ പ്രധാനമാണ്. മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ തന്നെ കൊച്ചുകടുത്ത സ്വാമിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മലർ, അവൽ, കദളിപ്പഴം, വറപൊടി, നാളികേരം, ശർക്കര, കൽക്കണ്ടം, മുന്തിരിങ്ങ എന്നിവ കടുത്ത സ്വാമിക്ക് നിവേദിക്കുന്നു. കടുത്തസ്വാമിയുടെ നൈവേദ്യങ്ങൾ സ്വാമിമാർ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. വനഭൂതങ്ങളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാതെയും ശരീരബാധിതങ്ങളായ ദോഷങ്ങൾ സംഭവിക്കാതെയും കടുത്തസ്വാമി ഭക്തന്മാരെ കാത്തുകൊള്ളും എന്നാണ് വിശ്വാസം. പതിനെട്ടാം പടിയുടെ വടക്കാണ്
കറുപ്പസ്വാമിയുടെ സ്ഥാനം. കർപ്പൂരം, മുന്തിരിങ്ങ എന്നിവ ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നു. മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും പട്ടും പൂവും കുങ്കുമവും ഇവിടെ വഴിപാടായി നൽകുന്നു. സർപ്പപ്രീതിക്കും സന്താനലബ്ധിക്കും വേണ്ടി ഈ നടയിൽ സർപ്പം പാട്ട് നടത്തുന്നു. വീണയുമേന്തി പുള്ളുവന്മാർ സർപ്പങ്ങളെ പാട്ടുപാടി പ്രീതിപ്പെടുത്തുവാൻ ഇവിടെയുണ്ടാകും. സ്വാമി അയ്യപ്പൻ ജീവസമാധിയായ ഇടമാണ് മണിമണ്ഡപം. മകരം 1 മുതൽ 4 വരെ 18-ാം പടി വരെയും മകരം 5-ന് ശരംകുത്തിയാലിലേക്കും ഉള്ള വിളക്കെഴുന്നള്ളത്തിനായി മണിമണ്ഡപത്തിലെ അയ്യപ്പസ്വാമിയെ ജീവസമാധിയിൽ നിന്ന് ഉണർത്തുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് നൽകുന്ന പ്രത്യേക കൂട്ടുകൾ ഉപയോഗിച്ച് മകരം 1 മുതൽ 5 വരെ അയ്യപ്പന്റെ 5 ഭാവങ്ങൾ മണിമണ്ഡപത്തിൽ കളമായി എഴുതുന്നു. ബാലകൻ, പുലിവാഹനൻ, അമ്പും വില്ലുമേന്തിയ വില്ലാളി വീരൻ, സർവാഭരണ വിഭൂഷിതൻ, ചിന്മുദ്രാങ്കിത സമാധിസ്ഥൻ എന്നിങ്ങനെയാണ് 5 ഭാവങ്ങൾ. മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയുടെ താഴെയെത്തി നായാട്ടു വിളിക്കു ശേഷം സന്നിധാനം വലം വെച്ച് പ്രദക്ഷിണമായി മണിമണ്ഡപത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് പൂജയ്ക്ക് ശേഷം കളം മാറ്റുന്നു. ശബരിമല സന്നിധാനത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാവര് സ്വാമി നട മതമൈത്രിയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്നു. കുരുമുളക്, നെല്ല്, നെയ്യ്, നാളികേരം, പനിനീര്, ചന്ദനം, സാമ്പ്രാണി എന്നിവ ഭക്തർ വാവരുസ്വാമിയുടെ നടയിൽ വഴിപാടായി സമർപ്പിക്കുന്നു. സമഭാവസുന്ദര സമത്വ സമൂഹന സമ്പൂജ്യ ധർമാലയമായ ശബരിമലയിലെ മതമൈത്രിയുടെ പ്രതീകമാണ് വാവര് സ്വാമിനട. അയ്യപ്പന്റെ സുഹൃത്തും സഹയാത്രികനുമായ വാവരെ എരുമേലിയിലെ പള്ളിയിലും 18-ാം പടിക്ക് സമീപമുള്ള വാവര് നടയിലുമെത്തി ഭക്തർ ദർശിക്കുന്നു. ജാതിമത കോട്ടകൾ തകർത്ത് മാനവ സാഹോദര്യം പുലർത്തുവാനുള്ള സത് സന്ദേശമാണ് തത്വമസി ചൈതന്യം നിറഞ്ഞ അയ്യപ്പ സന്നിധാനം ഭക്തമനസ്സിൽ ഉണർത്തുന്നത്. ശബരിപാദം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ആശ്രിത രക്ഷകനും ആപൽ ബാന്ധവനുമായ അയ്യപ്പസ്വാമിയുടെ കൂടുതൽ മഹാത്മ്യങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. സ്വാമി ശരണം.